സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് എഫ്എമ്മിന്റെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ലവ് ഫൈറ്റ്സുമായിട്ട് ഞാൻ റീനു. നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോയ് ഫ്രണ്ട് ഇഷ്ടപ്പെടുന്നത് നമുക്ക് വാശി പിടിക്കാൻ പറ്റും. ആർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് പറയുന്ന ഒരുപാട് കോൺവെർസേഷൻസും നമുക്കും ബോറിംഗ് ആയിരിക്കാം. ഇന്നലെ നടന്ന ഫുട്ബോൾ മാച്ചും മിസ്സായ അടിച്ച ഓരോ ഗോളും ഇന്നത്തെ ക്രിക്കറ്റിലെ നോ ബോളും വൈഡും വരെ എല്ലാ വിശേഷവും നോൺ സ്റ്റോപ്പ് നമ്മുടെ ബോയ് ഫ്രണ്ട് വള്ളി പുള്ളി വിടാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓർത്തോ? സത്യം പറ, നമ്മളിൽ എത്ര പേർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും? അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ ഫ്രണ്ട്സിനെയും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടാറുണ്ടോ? അങ്ങനെ ഇഷ്ടപ്പെടുന്ന എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? പലപ്പോഴും അവിടെയൊക്കെ ചെറിയൊരു അഭിനയം കടന്നു വരാറില്ലേ? ഉണ്ടോ? ഉത്തരം ഒന്ന് മെസ്സേജ് ചെയ്യണേ 56070 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ഫൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അരുൺ, ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോഴില്ലേ കൂടെ നീന ഉണ്ടായിരുന്നു. ആദ്യം കയറിയ കടയിൽ 3 ടോപ്സ് കണ്ടു. ഒന്നും ഇഷ്ടമില്ലാന്നേ. പിന്നത്തെ കടയിൽ എന്ന് തുടങ്ങി 1 മണിക്കൂർ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഷോപ്പിംഗ് വിശേഷം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ക്ലബ് ഫാമിലി ലവ് ഫൈറ്റ്സിൽ ഞാൻ റീനു. അത് പോട്ടെ, ഈ ഷോപ്പിങ്ങിന് നിങ്ങളെ കൂടെ വിളിച്ചാലോ? അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ, അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അങ്ങനെ തുടങ്ങി 100 നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വിളിച്ചാലോ? നിങ്ങൾ എത്ര പേര് ഇത് ഇഷ്ടത്തോടെ ചെയ്യും? എന്തോ കേൾക്കുന്നില്ല. രാത്രിയായപ്പോൾ ശബ്ദമൊന്നും ഇഷ്ടപ്പെട്ടോ? വേണ്ട വേണ്ട, പറഞ്ഞ് കഷ്ടപ്പെടണ്ട. എനിക്കറിയാം, ബോറടിച്ചെന്ന് കാണിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി മിണ്ടാതിരിക്കുകയല്ലേ പതിവ്. അവിടെയും അഭിനയം തന്നെയല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ഫൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ഫൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ ആന്റോ. പ്രണയിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. എത്ര വർഷത്തെ പ്രണയമാ? 6 വർഷത്തെ പ്രണയമാണ്. ആരാദ്യം പ്രപ്പോസ് ചെയ്തേ? തീർച്ചയായും ഞാനാണ്. അതെന്താ തീർച്ചയായും ഞാൻ? മറ്റേ ആൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഒരിക്കലും ഇല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നവണ്ട് ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. ആഹാ, അഹങ്കാരിയാണല്ലോ. ഒരിക്കലും ഇല്ല. അങ്ങനെയെങ്കിലും ഒരു ഇത് നമ്മൾ എടുക്കണ്ടേ? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ അപ്പൊ ശരിക്കും പ്രപ്പോസ് ചെയ്യണ്ടേ? അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും. ആൺകുട്ടികൾ പ്രപ്പോസ് ചെയ്തിട്ട് ഉറപ്പായിട്ട് പെൺകുട്ടി പ്രപ്പോസ് ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തപ്പോ ആ കുട്ടി എന്താ പറഞ്ഞു? അപ്പൊ തന്നെ യെസ് പറഞ്ഞു? കുട്ടിക്കും മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നു. എന്തായാലും അപ്പം മറുപടി പറയത്തില്ലല്ലോ പെൺകുട്ടികള്. അത് ശരിയാ, കുറച്ച് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞൊരു വെയിറ്റ് ഇട്ടു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാൽ പാൽ എന്ന് മനസ്സിൽ വന്നു. അതെ, പക്ഷേ എന്നാലും അവങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എന്നിട്ട് എത്ര ദിവസം ടെൻഷൻ അടിച്ചു? ഒരു ദിവസം പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ഓ, ലോകം മുഴുവൻ കയ്യിലായല്ലേ? സത്യമായിട്ടും അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. ഒരുപാട് സന്തോഷമുള്ള ഇയാളോട് എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലെ ഈ ബ്യൂട്ടിഫുൾ സോങ്സിന് ശേഷം വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഞാൻ റീനു. എൻ്റെ കൂടെ ആന്റോ. ആന്റോ, ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നമുക്ക് പലപ്പോഴും അഭിനയിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു പ്രേമം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. ശരിക്കും ഓപ്പൺ ആയിട്ട് ഇഷ്ടപ്പെടാത്ത എല്ലാം അങ്ങ് പറഞ്ഞു കൂടെ? ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന തമാശയൊക്കെ തിരിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതൊരു തമാശയായിരിക്കില്ല. എന്നാലും നമ്മൾ അഭിനയിക്കും. സീരിയസ് സത്യമായിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചില്ലെങ്കിൽ അവർക്ക് നമുക്ക് അവരോട് ഇഷ്ടക്കുറവുകൊണ്ടാണ് നമ്മൾ തിരിച്ചെടുത്തതും ഇതെല്ലാം. സത്യം, ഇത് വലിയൊരു തമാശയായിട്ട് നമുക്ക് തോന്നാത്തതുകൊണ്ടും അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ ചിരിച്ചു പറ്റും. ഒരു സീസൺഡ് ലവറാണ്, പഠിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന്. തീർച്ചയായും. അതുകൊണ്ട് ഇപ്പോഴും ബന്ധം നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ പറയുന്ന പലതും അവർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു ബോറായിട്ടുള്ള കാര്യങ്ങൾ പറയാറില്ല. പിന്നെ അല്ല, എനിക്ക് നന്നായിട്ടൊരു കോമഡിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഓ, എനിക്ക് വയ്യ. എന്തായാലും സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഇതുപോലെ സംസാരിക്കണ്ടേന്നേ ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലൂടെ മെസ്സേജ് അയക്കുക 56070 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.